2020 ശേഷം കേരള PSC നടത്തിയ എല്ലാ ഒന്ന് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് മെഷീൻസ് നിന്ന് 2 ക്വസ്റ്റനോ 3 ക്വസ്റ്റനോ ഒക്കെ ചോദിച്ച പേപ്പർ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം LSTD AE എക്സാമിന്റെ സിലബസ് ഒക്കെ നമുക്ക് കേരള PSC പബ്ലിഷ് ചെയ്യാറുള്ളതാണ് അല്ലെ. അപ്പൊ LSTD AE അല്ല, നമുക്ക് ഏതൊരു AE എക്സാം വന്നാലും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് സബ്ജക്ട്സിന്റെ വെയിറ്റേജ് അറിയാം. പക്ഷേ ഈ സബ്ജക്ട്സ് എന്ന് പറയുന്നത്, നമുക്ക് ഈ സബ്ജക്റ്റിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ 10 മാർക്കാണ് അതിന് വെയിറ്റേജ്. ആ ഒരു ഐഡിയ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷെ നമുക്ക് ആ സബ്ജക്റ്റിൽ നിന്ന് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് ഏതാണ്, നമ്മൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നൊരു ഐഡിയ ഉണ്ടാവത്തില്ല. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇനി വരാൻ പോകുന്ന എല്ലാ AE എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് 2020 ശേഷം കേരള PSC നടത്തിയ എല്ലാ AE എക്സാംസും അനലൈസ് ചെയ്ത് നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക് വൈസ് എത്ര ക്വസ്റ്റ്യൻസ് വരെ ഓൺ ആവറേജ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ തരുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. നമുക്കറിയാം സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ടോട്ടലി നമുക്ക് 10 മാർക്കാണ് വെയിറ്റേജ് തന്നിരിക്കുന്നത്. ഇതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഭാഗത്തിൽ ഓൺ ആവറേജ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഇലാസ്റ്റിക് കോൺസ്റ്റൻസിൽ നിന്നോ അതല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിനിൽ നിന്നോ ഒക്കെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ദെൻ SFD BMD നോർമലി 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒന്നൊരു തിയറി ടൈപ്പും ഒന്ന് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അത് സിമ്പിൾ ആയിട്ട് തന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ആകെ നമുക്ക് 2020 ഈ ഇറിഗേഷൻ ഒരു എക്സാം നടന്നതിൽ മാത്രമാണ് ജസ്റ്റ് ഒരു മൊമെന്റ് ആക്കി കൺവേർട്ട് അല്ലെങ്കിൽ ഒരു കപ്പിൾ ആക്കി കൺവേർട്ട് ചെയ്ത് SFD BMD ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ വന്നു. ബാക്കി എല്ലാം നമുക്ക് നോർമലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറ്. പിന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷന്റെ ചാപ്റ്ററിൽ നിന്ന് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ബേസിക് റിസൾട്ട്സ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് നോർമലി ഒരെണ്ണം ചോദിക്കാറുണ്ട്. ദെൻ കോളംസ് എടുത്തു കഴിഞ്ഞാൽ കോളത്തിൽ നിന്നും നമുക്ക് എന്തായാലും 2 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോ എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. അപ്പോൾ കോളംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ദെൻ പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി. പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ നിന്ന് 1-2 പ്രാവശ്യം ചോദിച്ചപ്പോൾ സ്ട്രെയിൻ എനർജിയിൽ നിന്നും അതുപോലെ തന്നെ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 2 ക്വസ്റ്റ്യൻസ് വീതം. അപ്പം സ്ട്രെയിൻ എനർജി പ്രിൻസിപ്പൽ സ്ട്രെസ്സും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. സോ ഇതാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഒരു ഓവറോൾ അനാലിസിസ്. പിന്നെ ടോർഷൻ, ബെൻഡിങ് സ്ട്രെസ് അതൊക്കെ നമുക്ക് നോർമലി നമ്മുടെ ഈ എക്സാംസിന്, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കാര്യം മാത്രം എഴുതുന്ന എക്സാംസിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ PCB, വാട്ടർ അതോറിറ്റി എക്സാംസിനൊക്കെ ടോർഷൻ അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സിൽ നിന്നൊക്കെ ചോദ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഷിയർ സ്ട്രെസ്സിൽ നിന്ന് റെയർലി 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ എല്ലാ ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാൾ ഏതൊക്കെയാണ്? SFD BMD, സ്ട്രെസ് സ്ട്രെയിൻ, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ, കോളംസ്, ഇത്രയും ഒഴിവാക്കരുത്. പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്സും സ്ട്രെയിൻ എനർജി അത് മാറി ചിലപ്പോൾ ടോർഷൻ വരാം, ചിലപ്പോൾ നമുക്ക് വേറെ ബെൻഡിങ് സ്ട്രെസ് വരാം. അങ്ങനെയുള്ള വേരിയേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് സ്ട്രക്ചറൽ അനാലിസിസ് എടുക്കുവാണെങ്കിൽ ഇൻഡിറ്റർമിനസിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവും. അതായത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി, ഒരു പ്രോബ്ഡ് കാൻഡിലീവറോ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ തന്നിട്ട് ചോദിക്കാം. ദെൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഒഴിവാക്കാൻ പറ്റത്തില്ല, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ദെൻ ആർച്ചസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മിക്കവാറും പാരാബോളിക് ആർച്ച് തന്നെയാണ് ചോദിക്കാറുള്ളത്. ദെൻ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, അതാണ് MDM എന്ന് കാണിച്ചിരിക്കുന്നത്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ കാനീസ് മെത്തേഡും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ഹബ് ചെയ്തും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നിന്നും ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയുമാണ് മെത്തേഡ് ഓഫ് നമുക്കല്ലാതെ നമ്മുടെ ബെറ്റീസ് ലോയിൽ നിന്നോ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറത്തിൽ നിന്നോ ഇതുവരെ ചോദിച്ചിട്ടില്ല. 2020 ശേഷം ഒരു PSC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഫോർ ദ സേഫ്റ്റി അതെല്ലാം നോക്കണം. എന്നാലും കൂടുതൽ സമയം ഏത് ടോപ്പിക്സിന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ദെൻ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. നോച്ചസിൽ നിന്ന് ചോദിക്കാറുണ്ട്. ദെൻ ഹൈഡ്രോളിക് മെഷീൻസ് ആണ് അവിടെ വെയിറ്റേജ് കൂടുതൽ. ഗ്രാഫ് കണ്ടോ, മുകളിലോട്ട് നിൽക്കുന്നു. ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ഒക്കെ ചോദിച്ച പേപ്പറുകളുണ്ട്. ദെൻ ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷൻ
രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കേണ്ടത് പ്രസിപ്പിറ്റേഷനിൽ നിന്നൊരു ചോദ്യം, ദെൻ വാട്ടർ റിക്വയർമെന്റ് ഓഫ് ക്രോപ്സ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ 1 2 ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഡ്യൂട്ടി ഡെൽറ്റ റിലേറ്റഡ് ക്വസ്റ്റ്യൻസോ ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ കനാൽസിൽ നിന്ന് ഡയറക്ട്ലി നമുക്ക് കനാൽ ഡിസൈനിൽ നിന്ന് വരെ ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കനാൽസ് ഒക്കെ നമ്മൾ ചിലപ്പം കനാൽ ഡിസൈൻ ഒക്കെ സിലബസിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ പഠിക്കണം. ദെൻ റിസർവോയർ, ഇപ്പം PSC ഇച്ചിരി ട്രെൻഡിങ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് റിസർവോയർ. റിസർവോയറിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ റിസർവോയറിൽ നിന്ന് അധികം ആരും പഠിക്കാറില്ല. പക്ഷെ റിസർവോയറിൽ നിന്ന് 2 ചോദ്യങ്ങളൊക്കെ ആവറേജ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് പഠിക്കാം. ദെൻ സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ ചെയിൻ സർവേയിങ്ങിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടാവും. മിക്കവാറും കറക്ഷൻസ് ഭാഗത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ലെവലിംഗ് നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറി തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ ഏരിയ ഓർ വോളിയം കാൽക്കുലേഷൻ, അത് ചില പരീക്ഷകളിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ടും എന്തായാലും ഉറപ്പായിട്ടും, ഞാൻ മറ്റേ ILD മാർച്ചസും പറഞ്ഞ പോലെ തന്നെ സർവേയിങ്ങിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഏരിയ വോളിയം കാൽക്കുലേഷൻ. അത് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ GPS GIS, റിമോട്ട് സെൻസിങ്, ടോട്ടൽ സ്റ്റേഷൻ, ഡിജിറ്റോമാറ്റ്, അങ്ങനെ നമ്മുടെ മോഡേൺ സർവിങ് എക്യുപ്മെന്റ്സിൽ നിന്നും നമ്മൾ 1 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ദെൻ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ വാല്യൂഷനിൽ നിന്ന് എന്തായാലും 2 ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ഡെഫിനിഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ പ്രോബ്ലത്തിൽ നിന്ന് മിക്കവാറും ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് റെന്റ് ഫിക്സേഷൻ വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം SSC JK ഒക്കെ നമുക്ക് റെന്റ് ഫിക്സേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ എസ്റ്റിമേഷൻ, അതായത് നമ്മുടെ മെഷർമെന്റ് യൂണിറ്റ്, പേയ്മെന്റ് യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത നമുക്ക് 2 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ഉള്ള. പിന്നെ നമുക്ക് നോർമലി നമ്മുടെ ഡെഫിനിഷൻസ്, അതായത് പ്ലിന്ത് ഏരിയ എന്താണ്, സർക്കുലേഷൻ ഏരിയ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇത് നമുക്ക് പൊതുവേ ഒരു 20 മാർക്കിന്റെ വെയിറ്റേജ് ആണ് പറയാറ്. അപ്പൊ അതിനകത്ത് നമുക്ക് വരിക, ഇതിനകത്ത് തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടിമ്പർ, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്സ് ആണ് ടിമ്പർ, ബ്രിക്ക്. ഇത് രണ്ടും ഇല്ലാത്ത പേപ്പേഴ്സ് ചുരുക്കമാണ്. ടിമ്പർ എന്തായാലും പഠിക്കണം. ബ്രിക്ക് ഞാൻ പഠിക്കണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവർസിയർ എക്സാംസിലെല്ലാം ബ്രിക്ക് ആവശ്യമാണ്. അപ്പൊ ബ്രിക്ക് പഠിച്ചു വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. ബിക്കോസ് ഓവർസിയർ ഗ്രേഡ് 1 നമ്മൾ ഇതിന്റെ കൂടെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ ടിമ്പർ, ദെൻ സ്റ്റീലിൽ നിന്ന് ചോദിക്കാറുണ്ട്, അഗ്രിഗേറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. 2 ക്വസ്റ്റ്യൻസോ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അഗ്രിഗേറ്റിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. സിമെന്റിൽ നിന്നും, സിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമെന്റ് ഒഴിവാക്കിയ ഒരു പേപ്പർ നമുക്കില്ല. 2020 ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഏത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും സിമെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു പേപ്പർ ഇല്ല. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റി ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ 8 മാർക്ക് വരെ ഓൺ ആവറേജ് ചോദിച്ചിട്ടുണ്ട്. അതായത് ചില വർഷങ്ങളിൽ ക്വാണ്ടിറ്റി ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ലൈക്ക് ഹൈഡ്രേഷനിൽ നിന്ന് ചോദ്യം വരാം, ലൈക്ക് നമ്മുടെ ഫെറോസിമെന്റിനകത്ത് ഉപയോഗിക്കുന്ന റീൻഫോഴ്സ്മെന്റ് എന്താണ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തൊട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറി വരെ വന്നിട്ടുള്ള ഭാഗമാണ് ക്വാണ്ടിറ്റി ടെക്നോളജി. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെന്റ് പാർട്ട്, അതായത് നമ്മുടെ നെറ്റ്വർക്ക് ഷെഡ്യൂളിംഗ്, CPM, PERT, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ പേർട്ടിന്റെ ടൈം എസ്റ്റിമേറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ കർവ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ് എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ത് ടൈപ്പ് ഓഫ് മെത്തേഡാണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. ദെൻ ക്വാളിറ്റി കൺട്രോളിൽ നിന്നൊരു ചോദ്യമുണ്ട്. ദെൻ കോസ്റ്റിൽ നിന്നൊരു ചോദ്യമുണ്ട്. ഈ ക്വാളിറ്റി കൺട്രോളും കോസ്റ്റും ഈ 2 ഭാഗം തിയറിയാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലാത്ത ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ക്വാളിറ്റി കൺട്രോളും കോസ്റ്റും കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് എവിടെ നിന്നും വായിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്തത് RCC DSS, അതായത് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. ഇതും 20 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. നോർമലി നമുക്ക് ഒരു നമുക്ക് 18 മാർക്കിന്റെ വെയിറ്റേജോളം RCC, ബാക്കി ഒരു 2 മാർക്കോ ഒക്കെയാണ് നമുക്ക് സ്റ്റീൽ ചോദിക്കാറുള്ളത്. ആ 2 മാർക്ക് സ്റ്റീലിന്റെ വരുന്ന എവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞുതരാം. കണക്ഷൻസ് ആണ് ഒന്ന്. കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെൽഡ് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനി വെൽഡ് വേണമെങ്കിൽ ചോദിക്കാം. കാര്യം വെൽഡ് എന്നൊക്കെ ക്വസ്റ്റ്യൻ എടുക്കാൻ എളുപ്പമാണ് നമുക്ക്. പിന്നെ ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റ്. ഓക്കെ, ദെൻ ടെൻഷൻ മെമ്പേഴ്സ് ആണ് ഇഷ്ടം കൂടുതൽ PSCക്ക്. നമ്മുടെ PSC കൂടുതലും ടെൻഷൻ മെമ്പേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ സ്ലെൻഡർനെസ് റേഷ്യോ ചോദിക്കാറുണ്ട്. ഇപ്പം ആ ടേബിൾ സ്ലെൻഡർനെസ് റേഷ്യോനും കൂടെ പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ RCCയിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന സ്ട്രക്ചറൽ മെമ്പർ കോളമാണ്. അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നോർമലി കോളത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും. അപ്പൊ കോളത്തിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ബീംസിൽ നിന്നും ചോദിക്കാറുണ്ട് 2 മുതൽ 3 വരെ. ദെൻ ഫൂട്ടിങ്സ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചോദിക്കാറ്. ആ ഒരു ക്വസ്റ്റ്യൻ പലർക്കും എഴുതാൻ പറ്റത്തില്ല. കാരണം ഫൂട്ടിങ്ങിൽ നമ്മൾ ജനറലി പഠിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ 1 വേ ഷിയർ, 2 വേ ഷിയർ, പഞ്ചിങ് ഷിയർ, അങ്ങനെയൊക്കെ നമ്മൾ 2 വേ ഷിയർ അല്ലെ പഞ്ചിങ് ഷിയർ. പക്ഷെ അതൊന്നും അല്ല ചോദിക്കുന്നത്, നമ്മൾ കണ്ടിട്ടില്ലാത്ത കോളൽ പ്രൊഡക്ഷൻ. അപ്പൊ ഫൂട്ടിങ്ങിനകത്ത് RCCയിൽ നമുക്ക് ഫൂട്ടിങ്ങിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പഠിച്ചു വെച്ചിട്ട് പോകാം. ഓക്കെ, ദെൻ വാട്ടർ ടാങ്കും അതുപോലെ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ IS 3370 വായിച്ച് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3370 ചോദിക്കുന്ന 3 ചോദ്യങ്ങളും കിട്ടും. ദെൻ നമുക്ക് പ്രീസ്ട്രസ് കോൺക്രീറ്റ് ആണ്. പ്രീസ്ട്രസ് കോൺക്രീറ്റിൽ ലോസിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. ആ ചോദിക്കുന്ന 4 ചോദ്യങ്ങളിൽ ഒരെണ്ണം ലോസ് ആയിരിക്കും. പിന്നെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡിപ്പൊക്കെ കണ്ടുപിടിക്കാം. അതായത് അനാലിസിസ് ഓഫ് സ്ട്രെസ് അനാലിസിസ് നമുക്ക് പഠിക്കണം എന്നുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ടെൻഷനിൽ നിന്ന് കണക്ഷൻസും നമ്മുടെ സ്റ്റീലിൽ നിന്ന് ടെൻഷൻ മെമ്പേഴ്സും കണക്ഷൻസും ആണ് നോക്കേണ്ടത്. ഇനി കമ്മിങ് ടു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, 10 മാർക്ക് ഒറ്റയ്ക്കുള്ള സബ്ജക്റ്റ് ആണ്. അതിനകത്ത് പെർമിയബിലിറ്റിയിൽ നിന്ന് ചോദിക്കും, എഫക്റ്റീവ് സ്ട്രെസ്സിൽ നിന്ന് ചോദിക്കും, കൺസോൾട്ടേഷൻ കുറച്ച് കൂടുതൽ ചോദിക്കാം. 2 ചോദ്യമോ 1 ചോദ്യമോ അല്ലെങ്കിൽ 3 ചോദ്യം വരെ ചോദിച്ച പേപ്പറുകളുണ്ട്. ദെൻ കമ്മിങ് ടു സ്ലോ സ്റ്റെബിലിറ്റി നമ്മൾ സാധാരണ എല്ലാവരും വിട്ടുപഠിക്കുന്ന ഒരു പേപ്പറാണ്. പക്ഷെ 1 മാർക്ക് സ്ലോ സ്റ്റെബിലിറ്റിയിൽ നിന്ന് ഉറപ്പാണ്. ദെൻ വെർട്ടിക്കൽ സ്ട്രെസ്സിൽ നിന്നും ചോദിക്കാറുണ്ട്. ദെൻ എർത്ത് പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ദെൻ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, അത് 2 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അത് ഷാലോ ഫൗണ്ടേഷന്റെ ഡിസൈൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ടെർസാഗീസ് ഇക്വേഷനിൽ നിന്നും ചോദിക്കാറുണ്ട്. ദെൻ സോയിൽ എക്സ്പ്ലോറേഷൻ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്, അതും പഠിക്കുക. ദെൻ കമ്മിങ് ടു എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു 8 ക്വസ്റ്റ്യനോളം വാട്ടർ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിലെ ട്രീറ്റ്മെന്റ് ആവാം, വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് ആവാം. അപ്പോൾ ആ മെത്തേഡ്സ് എല്ലാം തന്നെ പ്രോബ്ലം ആയിട്ടും തിയറി ആയിട്ടും പഠിച്ചു വെക്കണം. 8 മാർക്കോളം നമുക്ക് ട്രീറ്റ്മെന്റിൽ നിന്നും മാത്രം ചോദിക്കും. ബാക്കി വരുന്നത് സീവറിൽ നിന്നും വാട്ടർ ഡിമാൻഡ്, അതായത് പോപ്പുലേഷൻ, നമ്മുടെ ഒരു ഡിസൈൻ ലൈഫ് ഓഫ് പല സ്ട്രക്ചേഴ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിങ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതിനകത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കർവ്സിനകത്ത് നമ്മുടെ സൂപ്പർ എലിവേഷനും കാര്യങ്ങളും ഒക്കെ വരാം. ദെൻ സൈഡ് ഡിസ്റ്റൻസ്, മിക്കവാറും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നെയാണ് ചോദിക്കാറ്. ഇതുവരെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വിട്ട് വേറൊരു സൈഡ് ഡിസ്റ്റൻസ് ചോദിച്ചിട്ടില്ല. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നെ തലങ്ങും വിലങ്ങും പല രീതിക്കാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ പ്രോബ്ലം ആയിട്ടും തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരും. അത് അഗ്രിഗേറ്റ് ആയിട്ടോ ബിറ്റുമൻ ആയിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ ട്രാഫിക് എഞ്ചിനീയറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഒന്ന് മിക്കവാറും നമ്മുടെ നമ്മുടെ ഡെൻസിറ്റി സ്പീഡും ഒക്കെ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം, അതിന്റെ ഗ്രാഫോ ഒക്കെ ആയിരിക്കും. ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് നോർമലി എന്തെങ്കിലും ആക്സിഡന്റൽ സ്റ്റഡീസോ അല്ലെങ്കിൽ നമ്മുടെ കൊളിഷൻ ഡയഗ്രാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് വരും. റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2, അത് 1-2 പരീക്ഷയ്ക്ക് 2 വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1 കാണിച്ചിട്ടുള്ളത്. എയർപോർട്ട് എഞ്ചിനീയറിംഗ് നോർമലി 1-2 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് മജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത്. മിക്കതും റൺവേ ലെങ്ത്തിന്റെ കറക്ഷൻ ആണ്. പക്ഷെ ഇപ്പം മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മാറ്റം മനസ്സിലാക്കുക. ദെൻ അർബൻ പ്ലാനിങ്ങിൽ നിന്ന് 1 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ 1 ക്വസ്റ്റ്യനാണ് മെജോറിറ്റി വരാറുള്ളത്. അപ്പോൾ അർബൻ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ദെൻ നമുക്ക് ഇനി ഇതെല്ലാം നമ്മൾ അനാലിസിസ് ഒക്കെ മനസ്സിലാക്കി വെച്ചു. നമ്മൾ അതിന് ശേഷം നമുക്ക് എന്തുകൊണ്ട് പേപ്പർ വീണ്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അനാലിസിസ് ആണ്. ഇതെപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്ന് ചുരുക്കി പറയാം. അതായത് നമ്മൾ കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ നമുക്ക് പറ്റാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യമാണ് കോൺസെപ്റ്റ് അങ്ങ് മറന്നു പോകാം. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മൊത്തത്തിൽ അങ്ങ് മറന്നു പോകാൻ പറ്റും. അതുപോലെ തന്നെ ചില സില്ലി മിസ്റ്റേക്സ് വരാം, ചില ചെറിയ മൈനർ ആയിട്ടുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്സ്. ഫോർമുല വേണമെങ്കിൽ ഇവിടെ വെച്ച് മറന്നു പോകാം, കാൽക്കുലേഷൻസ് തെറ്റാം. അതുപോലെ തന്നെ അതായത് ഈ കോൺസെപ്റ്റിന്റെ ഒരു ഐഡിയ കുറവ്, അതായത് കുറെ കാണാതെ പഠിച്ചു വെച്ചിട്ടും കോൺസെപ്റ്റ് അറിയാതെ പഠിച്ചു വെക്കുന്ന ഒരു പ്രശ്നം വരാം. ദെൻ കമ്മിങ് ടു കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത്, അതായത് നമുക്ക് ഒരു ഏരിയ അറിയത്തില്ല, അപ്പോൾ നമ്മളത് വിടും. അപ്പോൾ വിടുമ്പോഴത്തേക്കും അത് മനസ്സിലാവാഞ്ഞിട്ട് വിട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചേർന്ന് വെച്ചിട്ടാണ് നമ്മുടെ സ്കോർ താഴ്ന്നു പോകുന്നത്. അപ്പോൾ സ്കോർ താഴ്ന്നു പോകുന്നത് ഇതിനകത്ത് ഏത് കാര്യമാണ് നമുക്ക് കൂടുതൽ സംഭവിക്കുന്നത്? ലൈക്ക് കോൺസെപ്റ്റ് മറന്നു പോകുന്നതാണോ,
അല്ലെങ്കിൽ സില്ലി മിസ്റ്റേക്ക് വരുന്നതാണോ, അതല്ലെങ്കിൽ ഫോമുല മറന്നു പോകുന്നതാണോ? അപ്പോൾ അതിനുള്ള റെമഡിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ റെമഡി നമ്മൾ ഇവിടെ വെച്ച് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഇവിടെ വെച്ച് തന്നെ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, ഫ്രഷേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ എഴുതിയിട്ടും നമ്മൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, ലൈക്ക് ഈ പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻസ് വരും, ഇത് മിസ് ഔട്ട് ആക്കാൻ പാടില്ല, ഇതെല്ലാം പഠിച്ചിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിലും എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ മുകളിലെത്താനും ആദ്യത്തെ അഡ്വൈസിൽ ജോലി കിട്ടാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അനാലിസിസ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ത്രൂ ഔട്ട്. അപ്പം ത്രൂ ഔട്ട് ദ ജേർണി ഈ ടോപ്പിക്സ് ഒക്കെ മനസ്സിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്, ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഇത് മാത്രം പഠിക്കുക എന്നുള്ളൊരു ഐഡിയ നമ്മൾ ഈ വീഡിയോയിലൂടെ തരുന്നില്ല. നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഫൂളിഷ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. അതുകൊണ്ട് അതിലേക്ക് ഒരിക്കലും പോകരുത്. സോ ഓൾ ദി ബെസ്റ്റ്.